അനുപമ സംഗീത വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. ടോപ്പ് സിംഗർ വേദിയിലേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം MG അങ്കിൾ, ബിന്നി ആന്റി ആൻഡ് റിമി ചേച്ചി. പ്രിയ സംഗീത വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം സൂര്യഗായത്രി. വെൽക്കം സൂര്യക്കുട്ടി ഓൺ സ്റ്റേജ്. പിങ്കിക്കുട്ടി, ഇത് സൂര്യഗായത്രിയാണോ പിങ്കിയാണോ? ആ പൂവൊക്കെ ഇങ്ങനെ ഹെഡ്ലൈറ്റ് പോലെ അങ്ങനെ കത്തി നിൽക്കുക. ഈ പേര് പോലെ തന്നെയാണ്. എന്താണ് സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്നത്. പല്ല് പോലും നല്ല പ്രഭ അല്ലേ? സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുക ഇങ്ങനെ. ചിരിക്കുമ്പോഴത്തേക്ക് ഒരു തിളക്കവാ. ഇവിടുന്ന് കണ്ണൊന്നും ഇങ്ങനെ മഞ്ഞളിച്ചു പോകും കണ്ടിട്ട്. നമുക്കിവിടെ സൂര്യകാന്തവും ഉണ്ട് സൂര്യഗായത്രിയും ഉണ്ട് അല്ലേ? രണ്ട് പ്രഭകളുണ്ട്. സൂര്യനാണല്ലോ എല്ലാത്തിന്റെ അധിപൻ. കാരണം അതില്ലെങ്കിൽ കംപ്ലീറ്റ് പോയില്ലേ. മോളെ ഏത് പാട്ടാ പാടുന്നത്? സീമന്തരേഖയിൽ. ചന്ദനം ചാർത്തിക്കോ. എന്നാണ്ട് വിശേഷം? പിന്നെ കഴിഞ്ഞ പെർഫോമൻസുകളൊക്കെ വന്നതിന് ശേഷം എല്ലാരും എന്ത് പറഞ്ഞു? എല്ലാവർക്കും നല്ല സന്തോഷാണല്ലേ? മക്കളെ എന്തോ ഡീറ്റെയിൽസ് പറയും. സിംഗർ വാണിയമ്മ, ഫിലിം ആശീർവാദം, ഇയർ 1977, ലിറിക്സ് ഭരണിക്കാവ് ശിവകുമാർ സാർ, വെരി ഗുഡ്. മ്യൂസിക് MK അർജുനൻ സാർ. വെരി ഗുഡ്. കുട്ടികളായ ഇങ്ങനെ. അതെ, അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ 4 മിനിറ്റ് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാൻ ഒരുപാട് പ്രാവശ്യം എല്ലാ സീസണിലും പറയാറുള്ളതാണ്. ഈ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതേണ്ട ആ ലൈറ്റ് എന്താ അങ്ങോട്ട് പോണത്, ഈ ചേട്ടൻ എന്താ അങ്ങോട്ട് നോക്കിയത്, ഞങ്ങൾ എന്താണ് എഴുതുന്നത്, കുറിക്കുന്നത് എന്താണ്, ഒന്നും നോക്കണ്ട. സ്റ്റേജും മോളും മാത്രം റിലാക്സ് ചെയ്യാ പാടുക. All the best. All the best. Thank you.
വെച്ചോ ആകാശപാലതൻ തണലിൽ വെച്ചോ ആറാട്ടുഗംഗാ തീർത്ഥത്തിൽ വെച്ചോ ആകാശപാലതൻ തണലിൽ വെച്ചോ മുത്തിന്മേൽ മുത്തുള്ള സ്നേഹോപഹാരം മുഗ്ധവതി ദേവൻ നിനക്കു തന്നു ദേവൻ നിനക്കു തന്നു നീ പുളകാർദ്രയായി അന്നു നീ സ്നേഹവതിയായി സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തനീല നിശീധിനി മാനസദേവന്റെ ചുംബനപ്പൂക്കളോ സ്മരവതി നിന്റെ ചൊടിയിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തനീല നിശീധിനി. സൂര്യക്കുട്ടി, എന്തോ? മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മോക്ക് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്, അതായത് എല്ലാ സംഗതികളും വരുന്നുണ്ട്. പിന്നെ ശ്രുതിയില് കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ ഒരു ഈ വള്ളത്തിലൊക്കെ പോകത്തില്ലേ, ഈ വള്ളത്തിൽ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾക്ക് റോഡിൽ കൂടെ പോകുന്ന പോലെ പോകത്തില്ലല്ലോ. വള്ളം ഇങ്ങനെ 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 പോകും, പക്ഷെ വള്ളം പോകും, പക്ഷെ വള്ളം ഇങ്ങനെ ഒന്നും അല്ലേ ഒരു ചെറിയ അതുപോലെയാണ് മോടെ ശ്രുതി. പിന്നെ അതുപോലെ തന്നെ വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ എന്നുള്ളതിന്റെ സംഗതി വരുന്നുണ്ട്, എന്നാലും ഒരു വള്ളത്തിലാണ് വരുന്നത്. അപ്പൊ എന്താ വേണ്ടത്? നമ്മളൊന്ന് പുഷ്ടിപ്പെടണം, ഇത്തിരി ആരോഗ്യം വെക്കണം. മോള് പാടുന്ന ഇപ്പൊ വളരെ ഒരു ലോല ഹൃദയം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലോലു. അപ്പൊ ആ സംഗതികളൊക്കെ കൃത്യമായിട്ട് ഇടിച്ചങ്ങോട്ട് വരണമെങ്കിലുണ്ടല്ലോ, നമുക്ക് നല്ല ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് പാടി ഫലിപ്പിക്കാൻ പറ്റൂ. അതൊന്ന് അതിന്റെ ഒരു എക്സാമ്പിള് നോക്കട്ടെ, ഒന്ന് ശക്തിയായിട്ടൊന്ന് പാടി നോക്കിയേ വൃശ്ചികമാനത്തെ. വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ ഗുഡ്. പിച്ചകപ്പൂവള്ളി കുടിലിൽ വെച്ചോ. അമ്മോടെ ശബ്ദം ക്രാക്ക് വരുന്നല്ലേ, അങ്ങനെ പാടുമാ. അപ്പൊ ശബ്ദത്തിന് എന്തോ ഇത്തിരി പ്രശ്നമുണ്ട്, ശ്വാസത്തിന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് പഠിക്ക്. സെക്കൻഡ് പിച്ചകപ്പൂവള്ളി കുടിലിൽ വെച്ചോ. അത് കുടിലിൽ വെച്ചോ മാത്രം പാടി നോക്കിയേ. കുടിലിൽ വെച്ചോ നാനീ വൃശ്ചിക അങ്ങനെ എടുക്കണം. അപ്പൊ അത്രയും നീട്ടരുത്, എന്നാ ക്രിസ്പി ആയിരിക്കണം, പവർ വേണം. മോക്ക് അവിടെ വരുമ്പോ തളർന്നു പോകണം മോള്, അപ്പോഴാണ് ഈ സംഗതി കൈവിട്ടു പോകും, അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല. അങ്ങനെയാണ് ആറാട്ട് ഗംഗാ തീർത്ഥത്തിൽ വെച്ചു അവിടെയൊക്കെ ഒരു മൊത്തത്തില് ഒരു എന്താണ് പറയുന്നത്, ഒരു ബലക്കുറവ് തോന്നി. ഒരു പക്ഷെ മോക്ക് പനിയോ അല്ല എന്തെങ്കിലും തൊണ്ടയ്ക്ക് അസുഖം എന്തെങ്കിലും കാണും. അങ്ങനെയൊക്കെ നല്ല ഉറച്ച് പാടാനുള്ള നല്ല ത്രോ വോയിസിനെ കൊണ്ടുവരാൻ പറ്റിയ രീതിയിൽ ഉള്ള എക്സസൈസോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മീനുട്ടി നോക്ക്, മീനുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിൽ രഹസ്യം പറയാൻ പറ്റത്തില്ല. അടുത്ത വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്താണ് നാളത്തെ മീനുട്ടിയുടെ പ്ലാൻ എന്ന് ചോദിച്ചാൽ അവര് കൃത്യമായിട്ട് പറയും. അതുകൊണ്ട് വണ്ണം തടി വെക്കണമെന്നൊന്നും ഇല്ല. അയ്യോ, ഇത് മന്തിയൊക്കെ 4ഉം 5ഉം കഴിക്കും, പക്ഷെ ശരീരത്തില്ല. ചില ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ, എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല, കുശുമ്പ് തോന്നുന്നു. തമിഴ്നാട് എന്ന് പറഞ്ഞ ഭക്ഷണത്തിന്റെ ഒരു സ്ഥലമാണ്, എന്തെല്ലാം രീതിയിലുള്ള വെറൈറ്റി ഓഫ് ഫുഡ്സ് നമ്മൾ കഴിക്കും. കേരളത്തിലെ പൊടി ഇഡ്ഡലി ഒരു പൊടി ഇഡ്ഡലിയേ അല്ല. അത് ഞാൻ മദ്രാസിലും കുറെ വർഷം താമസിച്ചു, അതുകൊണ്ട് പറയാ അവിടുത്തെ പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം എന്താണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെയിം സാധനം തന്നെ, പൊടിയാണ്, ഇഡ്ഡലി ചെറുതാണ്. അതും ഗീ പൊടി ഇഡ്ഡലി. ഞങ്ങളെല്ലാരും, ഞാനും പ്രിയനും ഞങ്ങളുടെ ഗ്രൂപ്പ് മുഴുവൻ നായർ മെസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അതായത് അങ്ങ് പോണം, പാരീസ് ആ സൈഡിലങ്ങ് അറ്റത്ത് പോണം, കുറച്ച് ദൂരമുണ്ട്, ചെന്നൈയിലുണ്ട്. പോയി കഴിഞ്ഞാൽ ഈ പോകുന്ന ഇത് ഇത്രേ ഉള്ളൂ മുടുക്ക്, അകത്തോട്ട് പോകാൻ കുറച്ച് അങ്ങോട്ട് കയറി ചെന്നാൽ ഒരു സീറ്റ് പോലും കിട്ടത്തില്ല, ഒന്നുമില്ല, ചോറും കറികളുമാണ്, പക്ഷെ എല്ലാം ചെറുതേ ഉള്ളൂ. ഇപ്പം ഒരു ഫിഷ് കറി എന്ന് പറഞ്ഞാൽ ഇത്ര കാണത്തുള്ളൂ. ഇതുപോലെയാണ് എല്ലാം. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, BR പ്രസാദുമായിട്ട് അവിടെ കഴിക്കാൻ പോയി. അപ്പം പുള്ളി ആദ്യം കൊണ്ടുപോവുക,
അതിൽ ഒരു ഓംലെറ്റ് ഉണ്ട്, അതുപോലും ആ ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. ആടിന്റെ എല്ലാം ബ്രെയിന്, അത് ഇത്, പിന്നെ തല ചുരണ്ടിയത് എന്ന് വേണ്ട സകലതും ഉണ്ട്. അപ്പം ദിയ പ്രസാദ് ചോദിച്ചേ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അവർ പടപടാന്ന് കാര്യം പറയും ആടിന്റെ. അപ്പൊ ഇയാൾ ചോദിക്കില്ലേ എന്തുവാ ഇത്, ആടിന്റെ സ്പെയർ പാർട്ട് കടയാണ്. ഉക്കരം ടേസ്റ്റാ, പോകുന്നെങ്കിൽ അവിടെ നിന്ന് പോയി കഴിച്ചു നോക്കും. ഓൾ ദ ബെസ്റ്റ് മക്കളെ. ഓ അസാധ്യ പാട്ട് സെലക്ഷൻ കേട്ടോ. അയ്യോ ഒരു രക്ഷയില്ല. മോള് നന്നായിട്ട് പാടി. താങ്ക് യു. മോള് പാടിയതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. കറക്റ്റ് ഇങ്ങനെയുള്ള ഈ ഭാഷ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മോള് നന്നായിട്ട് പാടി. കാരണം അവിടെയൊക്കെ ശ്രുതി പോകേണ്ട സംഭവങ്ങളാണ്. അവിടെയൊക്കെ നന്നായിട്ട് പാടി, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് ആ ഒരു എനർജി കിട്ടിയില്ല. അതാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞ്. മോനെ ഞാൻ ആലോചിക്കാം, ഭരണിക്കാവ് ശിവകുമാർ മാഷിന്റെ ഒരു എഴുത്ത്, സീമന്ത രേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീതിനി കണ്ടോ? അതിനകത്ത് മന്ദ ദ്വിതീയാക്ഷരപ്രാസവും തൃതീയാക്ഷരപ്രാസവും മൂന്നും കൂടെ ചേർന്നുണ്ടോ? സീമന്ത ഹേമന്ത. എന്ത് രസമല്ലേ? റയർ വേർഡ്സിന്റെ ഒരു ആന്തോളികയാണ് ഈ പാട്ടിന്റെ ലിറിക്സ് എന്ന് പറയുന്നത്. ഒരു സമ്മേളനമായി പോയി. അതൊക്കെ മക്കളെ ഈ കുഞ്ഞുവായിൽ അതെല്ലാം നന്നായിട്ട് പാടിയല്ലോ, വന്നല്ലോ അല്ലേ? ഓക്കേടാ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ചക്കര എന്ത് പറയണം, ഇതിൽ കൂടുതൽ എന്ത് പറയണം? നീ ഹാപ്പിയാണോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ലൊരു പാട്ട് എടുത്തോണ്ട് വന്നതിന് ഞാൻ എന്ത് തരണം, ഞാൻ അങ്ങോട്ട് എന്ത് തരണം, അത് പറ. ഇതിപ്പോ എല്ലാം കൂടെ എഴുതി വെക്കണമല്ലോ. ഒരു പട്ടുപാവാട, ഒരു കുഞ്ഞുടുപ്പ്, ചേട്ടാ 3 ടീഷർട്ട് ഉണ്ട് നമ്മുടെ, ഒരു ഷൂ, പിന്നെ ഒരാൾ ചെവി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോ ഒരാൾ ചെവി പറയാന്ന് പറഞ്ഞു, ഒരു സീക്രട്ട്. ഇതെല്ലാം കൂടെ കഴിയുമ്പോ ടോപ്പ് സിംഗർ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഞാൻ പെരുവഴി ഇതെല്ലാം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ ആരെങ്കിലും. നല്ലൊരു നക്ഷത്രമോതിരം കിടപ്പട്ടോ. എന്ത് ചേച്ചി പറ്റില്ല. അയ്യോ ഈ കമ്മല് വേണോടാ? ഈ കമ്മല് വേണോടാ ടക്കരെ? അത് വേണ്ട, അത് ഞാൻ തരും. ഈ കമ്മല് വേണോടാ? ഇപ്പൊ പറഞ്ഞു സ്നേഹമാണ്. ഇപ്പൊ പറഞ്ഞ കമ്മല് വേണോ? എന്തൊരു പച്ചമുത്തൊക്കെ തൂങ്ങിടക്കണ ഈ കമ്മലേ ബിന്യാൻഡിയുടെ കമ്മല. മോളെ വേറൊന്നുമല്ല, വാങ്ങിച്ചോ. കാരണം ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ ഈ 2 കമ്മല് ഇട്ട് കഴിഞ്ഞാണ് ഒറ്റ പോക്ക. ആരോ കാതെ പിടിച്ച് കിഴുക്കുന്ന പോലത്തെ ഒരു ഫീലാ. മോളെ നല്ല രസമായി പാടി. ഈ പാട്ടോ ഈ പടത്തിനോ എന്തൊക്കെയോ ഒരു ആൾക്കാർക്ക്, പഴയ ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് എന്തൊക്കെയോ കഥകളും പറയാനുണ്ട്. കാരണം അങ്ങനത്തെ ഒരു പാട്ടാ. വാണിയമ്മയുടെ ഒരു 10 പാട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പാട്ടാ സീമന്തരേഖയില്. പ്രത്യേകിച്ച് എല്ലാവരുടെ ഫേവറേറ്റ് പാട്ടും സിനിമയൊക്കെയാണ്. നിങ്ങൾക്ക് അത് അതിനെപ്പറ്റി അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല. ഇനി നിങ്ങളിത് പഠിച്ച് പാടിയില്ലേ, ഇനി നിങ്ങളത് മറക്കില്ല. ഒരുപാട് തലമുറയിലോട്ട്, ഒരുപാട് പിള്ളേരിലോട്ട്, നിങ്ങളുടെ ഏജിലുള്ള പിള്ളേരിലോട്ട് ഈ പാട്ട് ഈ മോള് പകർന്നു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സൂപ്പർ. താങ്ക് യു. പറഞ്ഞ കാര്യം സീരിയസ് ആണ്. നമ്മൾ ഈ തമാശ രൂപേണ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്റർടൈൻമെന്റ് ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു രസം വേണ്ടേ. വെറുതെ പാട്ട് മാത്രമാണെങ്കിൽ അതിനകത്തൊരു രസം വരത്തില്ലല്ലോ. പക്ഷേ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തമാശ പറയുന്നത് കേട്ടോ. അപ്പം വരുമ്പോൾ ശക്തി വേണം ഇനി. ഓക്കെ, ടുഡേ വി ആർ ഗിവിംഗ് യു 94 out of 100. താങ്ക് യു. ഒരു ഭരണിക്കാവ് ശിവകുമാർ പൂക്കുറ്റി. കുഞ്ഞു പാട്ടിന്റെ സ്നേഹവേദിയിലേക്ക് എത്തുന്നു ധ്യാൻ വിശ്വാസ്. വെൽക്കം ധ്യാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. ധ്യാനേ, എന്തോ അച്ഛനെന്ത് പറയുന്നു? സുഖം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണോ വന്നത്? മിടുക്കനാട്ടോ, മിടുമിടുക്കനാണ്. പാട്ട് അതുപോലെ തന്നെ പഠിച്ചോണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കരുത്. കാരണം എല്ലാരും ഇപ്പൊ തോപ്പം പാടി വരികയാണ്. എന്തായാലും കൊള്ളാം. ഏത് പാട്ടാ അവനെ? നീലനിശീതിനി. നമ്മുടെ ബ്രഹ്മാനന്ദൻ മാഷിന്റെ അല്ലേ? വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്. എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാറ്, മ്യൂസിക് MK അർജുനൻ മാഷ്, പിന്നെ പാടിയത് KP ബ്രഹ്മാനന്ദൻ സാറ്, പിന്നെ സിനിമ CID നസീർ, വർഷം 1971. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാട് കേട്ടോ.
തേങ്ങുന്ന പൂവിൻ്റെ വേദന കാണാതെ മാഞ്ഞു. തേനൂറും ചന്ദ്രിക തേങ്ങുന്ന പൂവിൻ്റെ വേദന കാണാതെ മാഞ്ഞു. തേടിത്തളരും മിഴികളുമായി ഞാൻ ദേവിയെ കാണുവാൻ നിന്നു. ദേവിയെ കാണുവാൻ നിന്നു. നീലനിശീഥിനി നിൻമണി മേടയിൽ നിദ്രാവിഹീനയായി നിന്നു. നിൻ മലർവാടിയിൽ നീറുമൊരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു. നിന്നു നിന്നു ഞാൻ കാത്തു നിന്നു. നൈസ് നൈസ് ഗുഡ് ഗുഡ്. സൂപ്പർ. നന്നായിട്ട് പാടി കേട്ടോ. രസമുണ്ടായിരുന്നു, നല്ല സെലക്ഷൻ. കാരണം ബ്രഹ്മാനന്ദൻ്റെ കുറേ പാട്ടുകളുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ് നീലനിശീഥിനി, MK അർജുനൻ സാറിൻ്റെ. നന്നായിരുന്നു, പാടി നോക്കൊള്ളാം. മോനിനി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. കാരണം പാട്ടൊക്കെ നന്നായിട്ട് പാടി. നമ്മൾ പാടുമ്പോൾ ശ്രുതി അതിനെ ലയിച്ച് നിൽക്കണം. നിന്മണി മേടയിൽ ആ ഒരു പോയിന്റ്, മേടയിൽ എന്ന ആ സ്ഥലത്ത് മോന് ശ്രുതി ഒരു വേരിയേഷൻ വരുന്നുണ്ട്. ആദ്യം പാടിയപ്പം കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിരുന്നു, പിന്നെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ഷാർപ്പാവുന്നുണ്ട്, ഫ്ലാറ്റ് ആവുന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഈ പാട്ടിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് ഒരു പാട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുക. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം സരളി വരിഷ നമ്മൾ എടുത്തിട്ട് ഇപ്പം സ അങ്ങനെ കൃത്യമായിട്ട് അതിൽ തന്നെ ആണോ എന്ന് മോൻ സ്വയം മനസ്സിലാക്കണം. മോനിപ്പോൾ അറിയാതാണ് ഈ ശ്രുതി പോയിരിക്കുന്നത്. മോൻ വിചാരിച്ചിരിക്കുന്ന ആ ശരിയാണ് പാടുന്നതാണ്. അപ്പം മോൻ അറിഞ്ഞുകൂടാതെ ശ്രുതി വിട്ടുപോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റഡിനെസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പിന്നെ നമുക്ക് സുഖമായിട്ട് പാട്ട് പാടി അങ്ങ് പോവാം. പിന്നെ ജാലക എന്ന് തുടങ്ങുന്ന അനുപല്ലവിയുടെ അതിൻ്റെ എൻ പോർഷൻ ഒന്ന് പാടിക്കുക. ജാലകവാതിലിൻ വെള്ളിക്കൊളുത്തുകൾ ഇപ്പൊ കറക്റ്റ്, വെള്ളിക്കൊളുത്തുകൾ. അപ്പൊ ആ കൊളുത്തുകൾ എന്ന് പറയുന്ന അക്ഷരം പൂർത്തീകരിക്കണം. കൊളുത്തുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊളുത്തു കാ കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത്. നിദ്രാവിഹീനെ നിന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ മോനങ്ങ് വെറുതെ അങ്ങ് വിടുകയാണ്. നിന്നു ആ പ്ലേസ്മെന്റ് എല്ലാം കറക്റ്റായിട്ട് വരണം. അത് മാത്രമേ ഉള്ളൂ. മോൻ മിടുക്കം പാട്ടുകാരനാണ്, നന്നായിട്ട് മോന് പാടാനുള്ള കഴിവുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റഡിനെസ് അതൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ധ്യാൻകുട്ട ഒന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണിത്. മോനത് സെലക്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് അനുപല്ലവിയിൽ തോന്നിയത് താളത്തിൽ കാറ്റിൽ കിളിങ്ങി അവിടെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് മോൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു. നല്ല ഫീലായിരുന്നു. നല്ല ഫീലിൽ മോൻ നന്നായിട്ട് പാടി. നല്ല ഫീലിൽ നല്ല എടുക്കാനായിട്ടെല്ലാം പാടി. മോന്റെ സൗണ്ട് ഇന്ന് കുറച്ച് ക്ലിയർ അല്ല. എന്തെങ്കിലും കൊള്ളുണ്ടോ? എന്തോ ഒരു തോന്നി എനിക്ക്. ഒരു ലെയർ ഇങ്ങനെ അടച്ചിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ സംഗതിയുടെ ക്ലാരിറ്റി അതെല്ലാം ചിലപ്പോൾ വരാത്തത്. കാരണം ഇത് കറക്റ്റായിട്ട് ആ ഒരു കൊടുക്കേണ്ട അടുത്ത സംഗതിയൊക്കെ കൊടുത്ത് പാടുമ്പോൾ ഭയങ്കര ഇനിയും രസമാണ്. കാരണം മോൻ ഇത്രയും മിടുക്കനല്ലേ. അപ്പം മോനെ ഇതില് അർജുനൻ മാഷ് ഒരുപാട് രാഗങ്ങളില് ഈ രാഗത്തിന് ഇങ്ങനത്തെ ഭാവമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ കമ്പോസ് ചെയ്തിരിക്കുന്ന ആളാണ് അർജുനൻ മാസ്റ്റർ എന്നുള്ള ഗ്രേറ്റ് അർജുനൻ മാസ്റ്റർ. കാലേല് നമസ്കാരം നമസ്കാരം നമസ്കാരം. തിലങ്ക് എന്ന് പറഞ്ഞൊരു രാഗം ബേസ് ചെയ്ത് അദ്ദേഹം ചെയ്തിരിക്കണം. അതെന്തുകൊണ്ടാണ് തിലങ്ക് എന്ന് പറഞ്ഞാൽ അതിന് 2 നിഷാദമുണ്ട്. സഗമപനീ സാനി സാനി നീ പമഗസ. മനസ്സിലായോ? 2 ഇതില് അങ്ങനെ 2 നിഷാദം എടുത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ സാനി നീ പമഗ ഗമപഗനി സഗ എന്ന് പറഞ്ഞാൽ അത് ജോഗ് രാഗമായി. തിലങ്കും ജോഗും വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു
ഇതാണ് ഈ പാട്ടായതിന് നിങ്ങൾ മനസ്സിലാക്കണല്ലോ. ഈ ജോഗ് തന്നെ സരി ഗ മ പ ധ നി സ സ നി നി പ സ നി ധ പ മ ഗ രി സ എന്ന് വന്നാൽ ചലനാട്ട ഈക്വൽ ടു ജോഗ്. ആ ജോഗിന്റെ ഗാന്ധാരം അങ്ങ് 2 എണ്ണം കളഞ്ഞ തിലങ്കായി. മനസ്സിലായോ? ഭയങ്കര ബ്യൂട്ടിഫുൾ കണക്ഷനെ കുറിച്ച് പറഞ്ഞാണ്. അപ്പൊ ഞാൻ അതിലൊരു തമിഴിലൊരു ഭയങ്കര ഫേമസ് ആയിട്ടൊരു പാട്ടുണ്ട്. അതൊന്ന് ഞാൻ ഒരു 4 വരി പാടാം. അഴകൻ മുരുകനിടം ആസ வைத்தேன் അവനാലയത്തിൽ അൻപ് മലർ പൂസை வைத்தேன் അഴകൻ മുരുകനിടം ആസ வைத்தேன் അവനാലയത്തിൽ அன்பு மலர் பூசை வைத்தேன் அண்ணல் உறவுக்கென்றே உடல் எடுத்தேன் அவன் அருளை பொறுவதற்கே உயிர் வளர்த்தேன் அழகன் முருகனிடம் ஆசை வைத்தேன் அவன் ஆலயத்தில் அன்பு மலர் பூசை வைத்தேன் அண்ணல் உறவுக்கென்றே உடல் எடுத்தேன் அவன் அருளை பொறுவதற்கே உயிர் வளர்த்தேனா அழகன் முருகனிடம் ஆசை வைத்தேன் அவன் ஆலயத்தில் அன்பு மலர் பூசை வைத்தேன். ചേട്ടാ അതേപോലെ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ നിസനി നി പമഗ മഗ സനി നി സാമഗ ഓ സംഗീതമേ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ ഹിമഗിരി തൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ ഓ സംഗീതമേ. അപ്പൊ ചേച്ചിയുടെ ഒരു കമന്റ്സിലൂടെ നമുക്ക് നല്ലൊരു പാട്ടിലോട്ട് ഒരു ഓർമ്മപ്പെടുത്തലുമായി. നീ എന്ത് രസമുള്ളൊരു പാട്ടാ പാടിയത്. അതിലുപരി നിന്റെ ഒരു 1-2 ഈ നീന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ചിലർ ചിലപ്പോൾ വിചാരിക്കും അയ്യോ ഈ നീന്ത് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ കൊച്ചു പിള്ളേരെ, അല്ലെങ്കിൽ പേര് മാത്രം എങ്ങനെ വിളിക്കും? സ്നേഹത്തോടെ അങ്ങനെ നമുക്ക് മക്കളെ വിളിക്കാൻ പറ്റത്തുള്ളൂ. മോനെ ചക്കര എടാ നീ എന്നാടാ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ, അതല്ലേ? അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് സ്നേഹത്തോടെ വീട്ടിലെ സ്വന്തം പിള്ളേരെ വിളിക്കുന്ന പോലെ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ഇപ്പൊ 2 പെർഫോമൻസ് 3 പെർഫോമൻസ് കാണുമ്പോഴത്തേക്കും എന്തോ അവരോട് ഭയങ്കര സ്നേഹം, പ്രത്യേകിച്ച് നിന്നോടൊരു ഭയങ്കര ഇഷ്ടം അങ്ങ് കൂടി. അതെന്താന്ന് എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അതറിയാം മോന്റെ ആ ഒരു പക്വതയും ആ ഒരു നിന്റെ പ്രായത്തില് വെല്ലുന്ന ഈ കുഞ്ഞു പ്രായത്തിൽ നീ കളിച്ച് ചിരിച്ച് എനിക്കിത് എന്തേലും ആയിക്കോട്ടെ എനിക്ക് അങ്ങനെയല്ല, ആ ഒരു പ്രായത്തെ വെല്ലുന്ന പക്വത ദൈവം നിനക്ക് തന്ന് അച്ഛനെ അമ്മനെയൊക്കെ പൊന്നുപോലെ അതൊന്നും എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. ഒരു മിടുക്കൻ ചക്കര കുട്ടന. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. നല്ല രസമായിട്ട് പാടി. ഇനിയും ബെസ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. സൂപ്പറായി പാടി കേട്ടോ, മിടുക്കൻ. പ്രാക്ടീസ് ചെയ്തോണേ, ആവിയൊക്കെ പിടിച്ച് ശബ്ദമൊക്കെ ശരിയാക്കി അടുത്ത പാട്ട് ഗംഭീരമാക്കണം. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 93 out of 100. താങ്ക് യു. ആടിയൊരു അർജുനൻ മാസ്റ്റർ പൂക്കുറ്റി. All the best. Thank you. പടിതിളങ്ങുന്നേ മനമൊരുങ്ങുന്നുണ്ടേ കൺതുറക്കുന്നേ ഇനി ആനന്ദമേ. കുഞ്ഞു പാട്ടിന്റെ സ്നേഹക്കൂട്ടിലേക്ക് കോഴിക്കോടിന്റെ മിടുക്കി പാട്ടുകാരി പാർവണക്കുട്ടി. വെൽക്കം പാർവണ ഓൺ സ്റ്റേജ്. ഹായ്, ഞാൻ പാർവണാണ്. ഞാൻ ഫാസ്റ്റ് റൗണ്ടിൽ കിതച്ചെത്തും കാറ്റ് എന്ന് MG സാറും ചിത്ര ചേച്ചിയും കൂടി പാടിയിട്ടുള്ള പാട്ടാണ് പാടുന്നത്. അത് നല്ല ടെൻഷനുണ്ട്, അത് ലോങ് ബ്രീത്തൊക്കെ എടുത്ത് പാടേണ്ട പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ടിപ്സൊക്കെ എനിക്ക് ഗ്രൂമേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും കുറച്ചൊക്കെ ടെൻഷനുണ്ട്. അപ്പം ഞാൻ പോയിട്ട് പാടിയിട്ട്. ഹായ് ഹായ്. ഇന്ന് സുന്ദരിയായിരിക്കുന്നല്ലോ, ബ്യൂട്ടിഫുൾ ഡ്രസ്. നല്ല പാർവണേന്തു മുഖി പോലെ. അതെ, പാർവണേന്തു മുഖി പാർവതി. ഞാനല്ലേലും സുന്ദരിയൊക്കെ തന്നെ. സെൽഫ് ഗോൾ ആണല്ലേ. ഏത് പാട്ടാ പാടുന്നേ?
കിതച്ചെത്തും കാറ്റ്. ഓ അതാണോ കിതക്കുന്നത്? അല്ല അതൊക്കെ പറയുമ്പോഴേ സിംബോളിക്കാണ്, അത് മനസ്സിലാക്കണം മീനുട്ടി. ഇപ്പൊ നമ്മള് കിതച്ചെത്തും കാറ്റേ എന്നല്ല, അതിനുവേണ്ടി ആ കൊച്ച് 1 കിലോമീറ്റർ ഓടി സ്റ്റേജിന്റെ പുറകിന്ന് ഓടി എന്നിട്ട് ഇവിടെ വന്നിട്ട് കിതയ്ക്കാൻ വേണ്ടി. ഇതിനൊരു വലിയ രസകരമായിട്ട് സംഭവം ഉണ്ട്, അറിയോ? അക്കരെ നിക്കണ അത് ഒറ്റ ശ്വാസമാണ്. അപ്പൊ ഞാനിത് അറിഞ്ഞില്ല. ഞാൻ എപ്പോഴും 7 to 1 എന്ന് പറഞ്ഞാൽ ഞാനൊരു 7, 7:30, 8 o'clock ആകുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിലെത്തും. എല്ലാവരുമായിട്ട് രാജാമണി എണ്ണം കാണും, എല്ലാവരും കാണും, സംസാരിച്ചൊക്കെ ഇരിക്കാം. പിന്നെ വെങ്കടേഷ് സാറിൻ്റെ അസിസ്റ്റൻസ് ആണ്, വെങ്കടേഷ് സാറുമായിട്ട് സംസാരിക്കാം. നമുക്ക് കുറേ കൂട്ടുകാർ കാണുമല്ലോ. പക്ഷേ ചിത്രയൊക്കെ വരുന്ന കൃത്യം സമയത്ത് 11 മണിക്ക് കുറച്ച് ബാഗും വെള്ളവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മാനേജരും ഒക്കെ ആയിട്ട് വരും. അപ്പം ഞാനെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് നോക്കിയപ്പോൾ എന്നെ വെറുതെ പഠിപ്പിച്ചപ്പോൾ നോക്കിയപ്പം 2 പ്രാവശ്യം എനിക്കുണ്ട് ഈ സംഭവം, 2 or 3 പ്രാവശ്യം. അതായത് അക്കരെ നിൽക്കണ ചക്കര മാവിലൊരു തിരുവന്തിരി മണിയുടെ അത് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ പതുക്കെ അദ്ദേഹത്തിനെ സോപ്പിട്ടു. ആര് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷിന്റെ അടുത്ത് പറഞ്ഞു ഒന്നും തല തിരിച്ചു നിട്ടേക്കാൻ പറഞ്ഞു. ചേച്ചിക്ക് ചിത്ര ചേച്ചിക്ക് ഞാൻ ഗിരീഷിന്റെ അടുത്ത് പറഞ്ഞു, വ്യക്തമായിട്ട് പറയാം, അക്കരെ നിൽക്കുന്ന ചക്കര മാവിലൊരു അതൊരു മെയിൽ സിംഗർ പാടുന്നതിന് പകരം ഫീമെയിൽ സിംഗർ പാടിയ നല്ല സുഖമായിരിക്കും കേൾക്കാൻ. അതൊന്ന് വെങ്കടേഷ് സാറിന്റെ അടുത്ത് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഗിരീഷ് നേരെ എന്നിട്ട് സാർ ഇത് ഇത് ഫീമെയിൽ പാടിയ ரொம்ப നന്നായിരിക്കും. അപ്പൊ വെങ്കടേഷ് സാർ പാവമാണ്, ശരി അത് പോട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിക്ക് 3 പ്രാവശ്യം, എനിക്ക് 1 പ്രാവശ്യം. ഇത് ചേച്ചി ഇതുപോലെ കേൾക്കുന്നുണ്ടോ? ലൈവ് ടേക്കാണ്, നമ്മൾ ഇപ്പോഴത്തെ പോലെ കുത്തിയെടുക്കാൻ പറ്റില്ല. 7 to 1 കോൾ ഷീറ്റ് 11-12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം റെഡി സെറ്റായിട്ട് ഒറ്റയടിക്ക് നിന്ന് പാടാം. തെറ്റിയാ പിന്നെ അത് എന്റെ തലേ വരും. പിന്നെ ഞാൻ വീണ്ടും 1 പ്രാവശ്യം കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഓർക്കസ്ട്രക്കാര് ഇവൻ എവിടുന്ന് വന്നിട്ട് നീ വെച്ചിട്ടും നമ്മളെ വഴക്ക് പറയും. അങ്ങനെയൊക്കെയുള്ള ചില കളികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മോള് 4 പ്രാവശ്യം പാടാൻ വിധിക്കപ്പെട്ടവളാവുന്നു. അതിങ്ങനെ എപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടോ? അത് നമ്മള് വർത്താനം പറയുമ്പോഴും കൊച്ചിന്റെ മനസ്സിൽ അക്കരെ നിക്കണ ചക്കര. മക്കൾ പാടിക്കോളൂ. ഓൾ ദ ബെസ്റ്റ്. അക്കരെ നിക്കണ ചക്കര മാവിലൊരിത്തിരി മുത്തണി മുന്തിരി മണിയുടെ കിങ്ങിണി കെട്ടിയ ചെറു ചെറു കനവുകൾ കൂട് തുറന്ന് പറന്നിടും ചെറുകടിപ്പടാവും വിളകിയ ബഹൾ ഒരു ചെറു കലഹവും അതിലൊരു മധുരവും അതുവഴി ഇതുവഴി പല വഴി പരതിയും ഒടുവിലെ തലനിരത്തിതറിയ പറവകളായി കീതച്ചെത്തും കാറ്റേ കൊതിച്ചെത്തും കാറ്റേ മണിത്തുമ്പ പൂവിൻ തേനും തായോ കീതച്ചെത്തും കാറ്റേ കൊതിച്ചെത്തും കാറ്റേ ചിഞ്ചടിലക്കം ചക്കം ചിഞ്ചടിലക്കം മണിത്തുമ്പ പൂവിൻ തേനും തായോ ചിഞ്ചടിലക്കം ചക്കം ചിഞ്ചടിലക്കം ഓലോലം തുടിച്ചു പാടാം ഓലക്കം മതിച്ചു
കറക്റ്റ് എഫർട്ട്. മോളെ ചിലർ പറയും ഞാനൊരു റിസ്ക് എടുക്കാൻ പോവാ. അതിനകത്ത് ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും. പക്ഷെ രണ്ടുപേര് പാടിയ ഒരു പാട്ട് അക്കരെ നിൽക്കണ ചക്കര, ആ സംഭവം മോൾ 5 പ്രാവശ്യം പാടി. അപ്പോൾ ഓരോ പ്രാവശ്യം പാടുമ്പോഴും ഇനി അടുത്തതെന്താവും എന്ന് ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ മനസ്സിലുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഉണ്ടാകും. അപ്പം അതെല്ലാം തരണം ചെയ്ത് പിന്നെ ചിത്ര പാടിയൊക്കെ ഒരുപാട് സംഗതികൾ പാടിയിട്ടുണ്ട് പാട്ടിൻ്റെ ഇടയിൽ തന്നെ. അതും എല്ലാം അതിമനോഹരമായിട്ട് തന്നെ മോള് പാടി. ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ചരണത്തിൽ ഇങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഒന്ന് തെന്നിപ്പോയി. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായിപ്പോയി. ഒരു സംഗതി പാടിയത് സ്ലിപ്പായിപ്പോയി. കറക്റ്റ്. അതൊഴിച്ചാല് നീ ഒരു സംഭവമാണ്. ഈ ഓരോ കുട്ടികളും ഈ ടോപ്പ് സിംഗർ സീസൺ 5 വന്ന് പാടുമ്പോൾ ഞങ്ങൾ അന്തം വിടുക. അല്ല, അതിശയമല്ല ഇത്. നേരത്തെയൊക്കെ അതിശയമായിരുന്നു, ഇപ്പം അതല്ല, അന്തം വിട്ടിരിക്കുക. ഇതെങ്ങനെ? പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ടഫായിട്ടുള്ളൊരു സോങ് മോളൊരു ബ്രത്ത് എടുത്തു. പക്ഷെ അവിടെ പഞ്ച് ചെയ്തെടുക്കാം, ഇവിടെ ബ്രത്ത് എടുത്തു മോള് ഒരു പ്രാവശ്യം ഇടയ്ക്ക്. പക്ഷെ ബ്രത്ത് എടുക്കാൻ പറ്റില്ല പാടാൻ. ഈ 5 പ്രാവശ്യമൊക്കെ പാടാനേ പറ്റില്ല. പക്ഷേ അതും അത്ര ഓക്വേർഡ് ആയിട്ടില്ല, കൃത്യമായിട്ട് കട്ടിങ് വളരെ കറക്റ്റായിരുന്നു. ആ ശ്വാസം എടുത്ത സ്ഥലം പിന്നെ പാടിയപ്പോഴത്തേക്ക് എടുത്തു എന്നറിയാത്ത രീതിയിൽ അതിനെ പാച്ച് ചെയ്ത് പോയി. അതാണൊരു കഴിവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാട്ടൊക്കെ പിള്ളേർ വന്ന് പാടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ അന്തം വിടുകയാണ്. അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുക. രമി ചേച്ചി അവിടെ അന്തം വിട്ടിട്ട് പല്ല കളിക്കുന്നു. നീ ഇതിന്റെ ഇടയിൽ അതൊക്കെ ശ്രദ്ധിച്ചോടാ. ഈ പാട്ടിന്റെ വരി ഓർക്കണം. ഇതൊക്കെ റിസ്ക് എടുത്ത് സംഭവിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മോളെ. ഒരുപാട് സന്തോഷം. കാരണം ഈ സീസൺ 5 ഇതുപോലെ അസലായിട്ട് പാടുന്ന പിള്ളേരാണ് എല്ലാവരും, ഇൻക്ലൂഡിങ് മൈ ഡിയർ പാർവണക്കുട്ടി. പാർവണേന്ദു, എനിക്ക് ശരിക്കും ഭയങ്കര അത്ഭുതമായി. ഒരു ആൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് തിങ്കിങ് ഇതൊക്കെ വേണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഈ സീസൺ 5 പാർവണക്കുട്ടി. അവള് വന്ന് നിന്ന് ഞാൻ സുന്ദരിയല്ലേ അല്ലേലും ചേട്ടൻ പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടുള്ള പാട്ടാണ്, നന്നായിട്ട് പാടും, അതൊക്കെ ഞാൻ പാടും. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മോളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു, രക്ഷിച്ചു. അത് എന്നും അത് വിടരുത് കേട്ടോ മോളെ. ഇവിടെ നമ്മളെല്ലാരും എടുത്തു ചാടി തുള്ളണമെന്ന് വിചാരിച്ചു, സത്യം. കാരണം 4ാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും ഭയങ്കര അയ്യോ ഇനിയും ഇതുപോലെ തന്നെ പാടുവോ എന്നുള്ള ആ ഒരു തിങ്കിങ് നമുക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതിന്റെ ഏറ്റവും ആ സാ എപ്പോഴും ടച്ച് ചെയ്ത് കൃത്യമായിരുന്നു. പറവകളായി ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തൊരു ചലഞ്ചായിരുന്നു. മിടുക്കി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ചക്കരക്കുട്ടി എന്തോ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അടിപൊളിയായിട്ട് പാടി. വേണേ ഇങ്ങോട്ട് കൂടെ കുറച്ച് വേണം പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരാളാണ്. സന്തോഷായില്ലേ? തുടക്കത്തിൽ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെ മനസ്സിനെ സ്വന്തമായിട്ട് പഠിപ്പിച്ചാലും പറഞ്ഞു കൊടുത്താലും അല്ലെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ അല്ലെ നന്നായിട്ട് പാടുന്നതിന് മുമ്പ് ഒരു ടെൻഷൻ, ഇപ്പൊ ടെൻഷനൊക്കെ മാറിയില്ലേ? അപ്പം നമ്മുടെ ശ്യാമപ്രസാദ് ഒക്കെ അടക്കം ഭയങ്കരമായിട്ട് അവർ ഗ്രൂമേഴ്സ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ച് ഇങ്ങനെ നന്നായിട്ട് പാടും പറ്റും. ശ്യാമേട്ടനൊക്കെ നല്ലൊരു കൈഡി കൊടുക്കണ്ട ഗ്രൂമേഴ്സിന്. പിന്നെ മോളെ ഈ അക്കരഞ്ഞിക്കൽ ഒരു 5-6 പ്രാവശ്യം തന്നെ പാടിയേക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ അനുപല്ലവിയിൽ മൊത്തം പിന്നെ നീട്ടിയേക്കുക. അവിടെയും ആ മ്യൂസിക് ഡയറക്ടർ സിംഗേഴ്സിന് ഒരു ശ്വാസം എടുക്കാൻ പോലും സമയം. ആ പാട്ടിലുടനീളം എനിക്കൊന്ന് ശോഭന ചേച്ചിയും ബാക്കി എല്ലാരും കൂടെ ഓട്ടവും ഡാൻസും ആ പാട്ടിന് അങ്ങനെയൊക്കെയുള്ള പടങ്ങള് ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ആ ചില പടങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. എന്തായാലും അടിപൊളി. ആ കഥയിലോട്ടും ആ സിനിമയിലോട്ടും ആ പാട്ടിലോട്ടൊക്കെ മോള് കൊണ്ടുപോയി. ചില കാര്യങ്ങളൊന്നും അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കലക്കി കേട്ടോ, സൂപ്പർ. താങ്ക് യു.
എന്തെങ്കിലും ആ കൊച്ചു ഇത്രയും പാടിയതിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും കൊടുക്കും. മോള് പറ, എന്താ ചേച്ചി ചെയ്തു തരണ്ടേ? പറ, ഇതിൽ വാങ്ങിച്ചു തരണോ അല്ലെങ്കിൽ പാട്ടോ എന്താ വേണ്ടേ? അനുഗ്രഹം മാത്രം മതി. ഈശ്വര, ഡെയിലി ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും എന്റെ മോളെ. എന്റെ ചേച്ചി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്ത് എന്താ വേണ്ടത്? രഹസ്യമാണ്. പറയണം കേട്ടോ. എനിക്ക് ഒരുപാട് ടെൻഷൻ കൊടുക്കരുത് കേട്ടോ. കുഞ്ഞു മനസ്സാണ് കേട്ടോ. പറഞ്ഞോടാ ചക്കര, പറഞ്ഞോ കേട്ടാ. അത് മാത്രല്ല, ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചേക്കാം. അനുഗ്രഹം ചോദിച്ചല്ലേ, അങ്ങനെ ഒരു കൊച്ചു ചോദിക്കുമ്പോ ദേ എന്റെ കൊച്ചിന് നല്ലത് വരുത്തണേ, ഇനി മുന്നോട്ട് നന്നായിട്ട് പാടാൻ പറ്റണേ, ഈശ്വര കാത്തോളണേ, ഡെയിലി ബ്ലെസ്സിംഗ് അനുഗ്രഹം തരുന്ന അച്ഛാ ഈ കൊച്ചിനെയും കൂടെ അനുഗ്രഹിക്കണേ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു മോളെ. പാർവണക്കുട്ടി, ഇതുവരെ സീസൺ 5 ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു മാർക്കാണ് മോക്ക് തരുന്നത്. സോ ഇറ്റ്സ് 99 ഔട്ട് ഓഫ് 100. ആടി ഒരു ഹിറ്റ്ലർ പൂക്കുറ്റി. പറവകളായി പാട്ടിന്റെ കുറുമ്പ് കൂട്ടിലേക്ക് കോഴിക്കോട് നിന്നും നമ്മുടെ ദേവദർശത്താണ്. വെൽക്കം ദേവദർശ് ഓൺ സ്റ്റേജ്. നമസ്കാരം ദേവോ. നമസ്കാരം അണ്ണ. നമസ്കാരം ദേവണ്ണ. എന്തൊക്കെ ഉണ്ടണ്ണ? സുഖന്നെ. എന്തായാലും കാണാൻ കൊള്ളാം കേട്ടോ. അടിപൊളിയായിട്ട് അണ്ണൻ കലക്കിയിട്ടുണ്ട്. അണ്ണൻ സൂപ്പർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുടിയൊക്കെ ഞാൻ സ്പൈക്ക് ചെയ്തു. മുടിയൊക്കെ ഞാൻ സ്പൈക്ക് ചെയ്തോ? അത് മേക്കപ്പ് മാൻ ചെയ്ത. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ ആളങ്ങ് മാറി. വേറൊരു ലെവലായി. എനിക്ക് വയ്യ. ഇനിയിപ്പോ നാടെവിടാന്ന് പറഞ്ഞേ? കോഴിക്കോട്. കോഴിക്കോടോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ എടുത്തിട്ട് അങ്ങ് പൊതിയും അണ്ണനെ. ഫാൻസും പിന്നെ ഗേൾസും എല്ലാം കൂടെ എടുത്തിട്ട് അണ്ണനെ ഇങ്ങനെ വട്ടം കറക്കി നിൽക്കും. അവിടെ ഇപ്പം കൊറേ ഫ്ലക്സ് എല്ലാം വെച്ച്. പാട്ട് 2 കഴിഞ്ഞുള്ളൂ, ഫ്ലെക്സ് 6 ആയി. എവിടെയൊക്കെ എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? പറഞ്ഞതാ കൊറേ വെച്ചിട്ടുണ്ട്. കോഴിക്കോടിന്റെ അഭിമാനമാണ് അണ്ണൻ. അണ്ണൻ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെയാ പോകാൻ പോണ? തിരിച്ചു പോണ ട്രെയിനിലാണോ? ട്രെയിനിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ആൾക്കാർ മറ്റേ ബാൻഡ് മേളമൊക്കെ കളിച്ച് അണ്ണൻ ഈ രജനീകാന്ത് സ്റ്റൈലിൽ ചെന്ന് അല്ല അത് കാണും, എന്തായാലും കാണും. ഫ്ലെക്സ് ഒക്കെ വെച്ച് പിന്നെ അവസാനം ദേവ് കീ ജയ്, ദേവ് കീ ജയ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ഇഷ്ടമാണോ അണ്ണൻ അതൊക്കെ? പിന്നെ ആരാണ് സന്തോഷമാ ഗ്രഹിക്കാത്തത്? മക്കളെ ഏതാ പാടണ? ചിന്നമ്മ. ഇത് വല്യമ്മയായത്. പാട്ട് അണ്ണം പാടിയ പാട്ട്. എനിക്ക് സഹിക്കണില്ല. അണ്ണൻ ആ പാട്ട് എടുത്തോണ്ട് വന്നോണ്ട് എനിക്ക് അണ്ണന്റെ അടുത്ത് ഒരു അങ്ങ് ഇഷ്ടം ക്യാറ് നീക്കിയാണ്. എനിക്കൊന്നും പറയാൻ എനിക്കില്ല, വാക്കുകളൊന്നും വരണില്ല അണ്ണാ. പിന്നെ എന്റെ അമ്മേന്റെ വീട് മട്ടന്നൂർക്കാർക്കുള്ള ഒരു ഹായ് പറയാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു മട്ടൻ കറി തരാൻ പോകും. അമ്മ അണ്ണനെ മട്ടൻ കറി കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പൊ മട്ടന്നൂരുള്ള എല്ലാവർക്കും അണ്ണന്റെ ഹായ്. അണ്ണ തുടങ്ങാം. സിനിമ ഏതായിരുന്നു? ഒപ്പം. മ്യൂസിക് ആരാ? എൽദോ, ജസ്റ്റിൻ, ബിബിയനോ ബിനിയനോ? ബിബി. പിന്നെ ജിം. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. ഇത്രയും പേര് ഓർത്ത് വെച്ചല്ലോ. അവരിത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അണ്ണൻ എന്ന് പറഞ്ഞാൽ ജീവനാവും. അവരുടെ അടുത്ത പടത്തിൽ അണ്ണനെ കൊണ്ട് പാടിക്കുകയും ചെയ്യും. അപ്പൊ എഴുതിയത് മധു വാസുദേവ്. ഞാൻ വെച്ച മധു ബാലകൃഷ്ണൻ. ഡോക്ടർ മധു വാസുദേവ് സാർ. ഓക്കെ. അപ്പൊ നമുക്ക് തകർക്കണം, അടിച്ചടിച്ച് തെറിപ്പിച്ച് പാടണം അണ്ണൻ. ഓക്കെ. അപ്പൊ അണ്ണനൊരു ആൾ ദ ബെസ്റ്റ് കൊടുക്കും. അണ്ണ ഓൾ ദി ബെസ്റ്റ്. മകരി തെറ്റിസനി തെറ്റിപ്പാ ഗരി സാസ സനി സത ദാസ ത പാസ ത പദനി സരി ഗ മഗ മഗരി ഗ ഗരി സനി ധനി സാദാ നി ത മാ മാ പ പദ മ പ ഗ
riga sari sani sa sari ga riga ma ga ma pa riga ma ga ma pa ma pa da pa da ni sa ni pa pa da ni sa. Super. Ready, sir. Take. അണ്ണൻ ചെത്തി. താങ്ക് യു സാർ. അണ്ണൻ പാടിയ കേട്ടിട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. കാരണം റിഹേഴ്സലിന് പാടിയപ്പോൾ ആ ഹമ്മിങ് ഇല്ലേ, തുടക്കത്തിലെ ഹമ്മിങ് കുറച്ചുകൂടെ നന്നായിരുന്നു. കുറച്ചുകൂടെ ആ സംഗതികൾ ഒന്നുകൂടെ പൊലിപ്പിച്ചായിരുന്നു. അത് കുറച്ചൊന്ന് പോയി. എന്നാലും ഒരു എഫർട്ട്ലെസ് ആയിട്ട് നമ്മളൊക്കെ, ഞാനൊക്കെ പാടുമ്പം ആ മേളിലൊക്കെ പോകുന്ന നേരത്തൊക്കെ കുറച്ചൊന്ന് എത്തി കൈ കൊണ്ടൊക്കെ ഒന്ന് ആക്ഷനൊക്കെ വരും, അറിയാതെ ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ടഫുള്ള പാട്ടെടുത്ത് പാടുമ്പോ. പിന്നെന്താ മാറിയത്? പിന്നെ ഓർത്ത് അങ്ങ് തെറ്റിയാൽ തെറ്റുമില്ലല്ലോ ഉള്ളൂ, ആരും കൊല്ലൊന്നും ഇല്ലല്ലോ അല്ലെ. ഞാൻ വിചാരിച്ചെന്നാ പോണെങ്കിൽ പോട്ടെ. മോനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മോനെ അധികം ഒന്നും പോയിട്ടില്ല.
മോന് പോയതെന്ന് പറഞ്ഞാൽ ആ മേളിലില്ലേ അതൊന്ന് പാടിക്കാൻ മോനെ, അത് പാടിക്കാൻ നിനക്ക് വരും അത്. മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തിവിളക്കു കൊളുത്താനായി ഞാനും വരുമ്പോൾ അണിനിരയായി ആകാശവും ആകാശവും അടുത്ത് നറുതിരികൾ 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 നീട്ടുന്നുവോ ഹരി. ബാക്കിയല്ല ഓക്കെ. ആ ആദ്യത്തെ ഹമ്മിങ് കൂടെ വെറുതെ ഞങ്ങൾ പാടിക്കും. സവാഷ്. ലാസ്റ്റേ അണ്ണാ എന്ന് പാടിയ പോലെ തോന്നിയില്ല. ലാസ്റ്റ് നീ അണ്ണാ അങ്ങനെ പാടിയടാ? ഇല്ല അല്ലേ, തോന്നിയായിരിക്കും. അതെ. പിന്നെ ലാസ്റ്റിൽ മറ്റേ ചിന്നമ്മ അത് കറക്റ്റായിട്ട് എടുത്തു. പിന്നെ അവനൊരു സംശയം തോന്നി, വീണ്ടും ലാസ്റ്റിൽ അതാണോ ഇതാണോ എന്ന്. പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് എടുത്തു. തെറ്റിയതല്ല മോനെ, മോൻ്റെ ഒരു സംശയം വന്നതാ കേട്ടോ. പക്ഷെ അണ്ണനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അണ്ണനെ ഇഷ്ടപ്പെട്ടു. ഞാനിതെല്ലാം ശ്രീനന്ദേട്ടൻ പാടുന്ന കേട്ടിട്ടാ പഠിച്ചേ. ആണോ? ശ്രീനന്ദനാണ് ഫസ്റ്റ് കിട്ടിയത്. അവര് ഒറിജിനൽ ആൾക്കാർ പാടിയൊന്നും മേഘന ചേച്ചി, മേധ ചേച്ചി, അവര് ഈ പിള്ളേരൊക്കെ ടോപ്പ് സിംഗർ കണ്ടാണ് എല്ലാം. അവരാണ് ഗുരുക്കള്. എന്തായാലും മോന് എഫർട്ട്ലെസ് ആയിട്ട് പാടിയതിന് ഞാൻ വീണ്ടും ഒരു വലിയ കൈഡിയായിരുന്നു. അതായത് മോനിങ്ങനെ നിശ്ചലനായിട്ട് നിന്ന് നിശ്ചലായിപ്പോയി മോൻ. മറ്റേ സിനിമയിലെ ജഗദീഷ് ശ്രീകുമാറുണ്ടല്ലോ നിശ്ചൽ, ഫോട്ടോഗ്രാഫർ, അതുപോലെ നിശ്ചലായിട്ട് നിന്ന് അണ്ണൻ അങ്ങ് പാടി അങ്ങ് തകർത്തു. ഒരു ഈ മേളിലുള്ളൊരു സംഭവം മാത്രമേ എനിക്ക് വലിയ സീരിയസ് ആയിട്ട് തോന്നിയുള്ളൂ കേട്ടോ. അതിപ്പോൾ പാടിയപ്പോൾ വളരെ കൃത്യമായിട്ട് പാടി, അമ്മിങ്ങും പാടി. വെരി ഗുഡ്. അണ്ണനൊരു വലിയ ഭാവിയുണ്ട് അണ്ണ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അണ്ണൻ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആവും, പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും എൻ്റെ ഇതുവഴി നാവിൽ ഗുളിയം കയറിയിട്ട് അങ്ങ് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ആയിരുന്നിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ബാലതാരമായിട്ട് തന്നെ കയറാൻ പറ്റും. ഈ സീസൺ 5 കഴിയുമ്പോഴത്തേക്ക് പ്രൈസ് കിട്ടുമോ ഇല്ലയോ അണ്ണ, അതിനെപ്പറ്റി ആലോചിക്കണ്ട. അത് വിടി അല്ലേ, കിട്ടിയാ കിട്ടും, ഇല്ലെങ്കിൽ കൊതിപ്പിക്കല്ല. അവൻ ചില്ലറക്കാരനല്ല. മോനെ കൊതിപ്പിക്കൊന്നുമല്ല, മോനെ ആകും കേട്ടോ. ഓക്കെ, അത് മതിയല്ലോ. അണ്ണൻ നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. പിന്നെ നമ്മളെ അണ്ണനുമായിട്ട് പിന്നെ ഒരു പോക്കാണ്. എങ്ങോട്ട് എങ്ങോട്ട് പോകാനാ ഏറ്റവും ഇഷ്ടം? ഏത് സ്ഥലം? ഒരു സ്ഥലം പറ. വണ്ടർല. വണ്ടർലാൻഡിൽ ഞാൻ എങ്ങനെയാടാ മോനെ വരുന്നത്? വാക്കായിരിക്കണേ. വണ്ടർലാൻഡിൽ നീ കൊച്ചിനെ കൊണ്ടുപോകുമോ? അതൊക്കെ കൊണ്ടുപോകും. എടാ മോനെ ദേവദർശ കുട്ട, എന്തോ MG അണ്ണന്റെ ഇത്രയും വലിയ ഒരു ശബ്ദത്തിൽ നിന്ന്, വലിയൊരാളുടെ അത്രയും മുഴക്കമുള്ള ഒരു ശബ്ദത്തിൽ നിന്ന് കേട്ടിട്ട് ഒരു കുഞ്ഞു ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അതിന് വേറൊരു രസമാണ് ഉള്ളത്. അത് മാത്രമല്ല, ഞാൻ കുറേ പിള്ളേർ ഈ പാട്ട് പാടണം കേട്ടിട്ടുണ്ട്. പക്ഷെ ആ എന്നുള്ള ഒരു പിടി, അത് അത്രയും ഒരു ഫോഴ്സായിട്ട് അത്രയും കറക്റ്റായിട്ട് ആ പിടി മോൻ മാത്രം പാടണം അത് കേട്ടിട്ടുള്ളൂ. അത്രയും അത് ഭയങ്കര എന്ന് വെച്ചാൽ ചെറിയൊരു മോൻ ഇത്രയും കറക്റ്റായിട്ട് അത് രസമായിട്ട് ആ ഒരു എന്താ പറയണ ഒരു ചെറിയ പുഷൊക്കെ കൊടുത്ത് അത് എടുത്ത് പാടിയത്, അത് ഞാൻ മെടുക്കൻ. നല്ല ഒരു എന്താ പറയണ ഒരു ഭാഗവതർ ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ പാടിയതെല്ലാം സ്വരമാണേലും എല്ലാം അസലായിട്ട് പാടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോന്റെ കയ്യിൽ മോൻ ഇവിടെ വന്ന് ഹലോ അണ്ണ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയും നല്ല ഒരു പവർഫുൾ ആയിട്ട് മക്കളെ ഈ പാട്ട് പാടുന്ന ഞാൻ വിചാരിച്ചേ ഇല്ല. ശ്രീനന്ദേട്ടൻ പാടുമ്പോ ഞാൻ MG സാറ് പറഞ്ഞ കേട്ടിനി. പിന്നെ കുക്കുമ്മ അത് പാടിയത് മോഹൻലാൽ സാറിനെ ഉമ്മ കൊടുക്കാനാ. ആലോചിച്ച് നോക്കി, പിള്ളേരൊക്കെ നമ്മൾ പറയുന്ന ഓരോ വേർഡ് ബൈ വേർഡ് ആലോചിച്ചിരിക്കുക. അല്ല ചേട്ടാ, ഇത് അവരുടെ പുസ്തകമാണ്. അപ്പൊ യൂട്യൂബിൽ കണ്ടാണോ പഠിച്ചേ? ഞാൻ അങ്ങനെ പറഞ്ഞത് സത്യമാണ്. കാരണം ഞാൻ പാടിയപ്പം വെറുതെ, അതായത് ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ ഞാൻ അങ്ങനെ ഇട്ടിരുന്നു. കാരണം ഇട്ടിട്ട് ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, വേണമെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന അമ്മൂമ്മയ്ക്ക് വല്ലതും കുക്കുമ്മ എന്നൊരു ആക്ഷൻ ഇടാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളൊരു വേവ് ലെങ്ത് ആണ്. ഒത്തിരി പാട്ടുകൾ പാടുമ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ മനസ്സിൽ തോന്നും. പക്ഷെ നമ്മുടെ ലാലണ്ണാച്ചി അങ്ങനൊന്നും ഇട്ടില്ല.
അത് ഒരു ഒറ്റ പക്ഷെ പദ്യം വേറെ പറഞ്ഞാണ് അത് പടത്തിലൊക്കെ വേണ്ട. ഇട്ടിട്ടുണ്ടല്ലോ എന്തെല്ലാം ഉണ്ട്, ഉണ്ട്. ഡയലോഗ്സും ആഹാ ചിരി അങ്ങനെ എങ്ങനെ അങ്ങനെയൊക്കെ കുറെ സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഇട്ടതാണ്, പക്ഷെ ഏറ്റില്ല. അതൊന്നും സാരമില്ല, നല്ലോണം അഭിനയിച്ചില്ലേ. അണ്ണന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് എന്റെ ലാലേട്ടനെ പൊന്നണ്ണ, കിട്ടിയില്ല. നിന്നെ സൂക്ഷിക്കണം കേട്ടോ. മെടുക്കൻ ട്ടോ, നന്നായി പാടി. നീ ഇങ്ങനെ തുടരുക കേട്ടോ. ചിന്നണ്ണ കാലക്കി കേട്ടോ. ചിന്നണ്ണനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുക. നൈസ് ടു മീറ്റ് യു, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയ്യോടാ നൈസ് ടു മീറ്റ് എന്ന് വെച്ചാ ചുമ്മാ ഒരു ഏത് കൊച്ചു കൊച്ചിനും അറിയാം, അത്രയൊക്കെ എനിക്കും അറിയത്തുള്ളൂ. നമ്മൾ സെയിം ആണ് ഇംഗ്ലീഷിന്റെ കാര്യത്തില് കേട്ടാ. പിന്നെ എന്നാണ്ട് വിശേഷം അത് പറ. കലക്കി, പാട്ട് കലക്കി. ഈ പാട്ട് എടുത്തോണ്ട് വന്നിട്ട് ഞാനും അങ്ങോട്ടൊരു കൈ തരട്ടെ, കാരണം എന്റെ ഫേവറേറ്റ് പാട്ടുകൾ ഒന്നാ. കുറേ നാളുകൊണ്ട് ഈ പാട്ട് കൊണ്ട് ജീവിച്ച ഒരാളാണ് അല്ലേ. എന്താ പറയുന്നത്, നമ്മൾ എത്രയോ വർഷം, 1-2 വർഷം ഗാനമേളക്കാർക്ക് മൊത്തം. കാരണം ഒരു ഫസ്റ്റ് പാട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാട്ട്, ഈ പാട്ടിലൂടെ പ്രോഗ്രാം ഒന്ന് ഉണരുമായിരുന്നു. കുറെ വർഷത്തിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു പാട്ടായിരുന്നു. ഒരു പക്ഷേ MG സാറ് പാടിയതിനേക്കാളും കൂടുതൽ ഫീമെയിൽ സിംഗേഴ്സ് അങ്ങനെ പാടാറില്ല. പക്ഷെ ഞാനെനിക്ക് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. കാരണം ഇതില് ആ ഒരു നാദസ്വരത്തിൽ അങ്ങ് കേറൂല്ലോ, എന്ന് കേറുമ്പോഴത്തേക്കും ആ ഒരു ഉത്സവത്തിലൊക്കെ പാടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു പ്രത്യേകിച്ച് അമ്പലം ഷോക്കൊക്കെ എവിടെയും ഇപ്പൊ പ്രവാസി മലയാളികളുടെ ഷോയും US-ലായിക്കോട്ടെ, അവർക്ക് ഒരു ഓണാഘോഷ പരിപാടിയൊക്കെ വെച്ചിട്ട് അവർക്ക് നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ ഫീൽ കിട്ടുന്ന ഒരു പാട്ട് കൂടിയായിരുന്നു ഇതിലെ പല വരികൾ. അപ്പൊ ഞാനിങ്ങനെ മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തിവിളക്ക് കൊളുത്താനായി ഹരിചന്ദനം തൊടുന്നെറ്റിയിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ, അപ്പൊ അവർക്കൊക്കെ ആ നൊസ്റ്റാൾജിക് ഫീൽ. ഇതിന്റെ ലിറിക്സ് വരെ ഭയങ്കര രസമാ മോനെ, ഗംഭീരമായിട്ട് പാടി. ആ സ്വരങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, സ്വരസ്ഥാനത്തിന് കൃത്യമായിട്ട് പാടിയത്, കൃത്യമായിട്ട്. അത് ഇച്ചിരി ഉടക്ക സ്വരങ്ങൾ അത് കറക്റ്റായിട്ട് കിട്ടാനൊക്കെ കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ച മോൻ ഇത്ര ഗംഭീരമായിട്ട് പാടിയതിന് കൊട്ടിക്കൊരു കൈയിടി. എനിക്ക് ഏറ്റവും കടുപ്പായിട്ട് തോന്നിയത് അതെങ്ങനെയോ പഠിച്ചെടുത്തതാ. പക്ഷെ അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 5 അണ്ണനാണ്. അമ്മ പറഞ്ഞു MG സാർ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ MG സാറിനെ സാറ് തന്നെ വിളിച്ചാ മതി, അങ്ങനെയൊന്നും. അത് അമ്മ പറഞ്ഞല്ലേ. അമ്മ പോയി പണി നോക്കാൻ പറ. നമ്മൾ തമ്മിലുള്ള ബന്ധം വേറെ, മനസ്സിലായല്ലോ. നമ്മൾ വൈകുന്നേരം ഇത് ഷോ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അണ്ണനുമായിട്ട് നമ്മൾ പോകും വേറെ, മനസ്സിലായോ. We are giving you 97 out of 100. Thank you sir. ആദ്യ ഒരു 4 മ്യൂസിക് പുകരി. Thank you sir. അണ്ണാ ഹാപ്പി അല്ലേ അണ്ണാ? അണ്ണന് 92 കിട്ടിയാലും ഹാപ്പിയാ. കുഞ്ഞോളങ്ങൾ കൊഞ്ചും പോലെ കണ്ണേ കണ്ടാൽ നിന്നെ മിണ്ടിയിടുന്നേ നെഞ്ചം താനേ. മനസ്സുകളെ നാം പോകും ദൂരം ഇതുവരെയും ഞാൻ കാണാ ദൂരം. അപ്പൊ അച്ചു പറയൂ, നമ്മുടെ ഇന്നത്തെ പാട്ടുകളൊക്കെ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. പക്ഷെ സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മളെപ്പോൾ തന്നെ പ്രേക്ഷകർ അറിയുന്നുണ്ടാവില്ലടാ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ കാരണം അത്രയും നല്ല പെർഫോമൻസുകളും പാട്ടുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ഭയങ്കര എല്ലാവരും ഭയങ്കര പവർ അല്ലേ, ഭയങ്കര എനർജി, എല്ലാവർക്കും ഭയങ്കര എനർജി. പാട്ടിന്റെ ഒക്കെ ഒന്ന് സംസാരിക്കണതും എന്ത് രസമായിട്ട് അവർ പെർഫോം ചെയ്യണേ. അതെ, അപ്പൊ ഇതുപോലെ പവർ പാക്ഡ് ആയിട്ടുള്ള കുറെ പെർഫോമൻസ് ഇനിയും വരാനുണ്ട്, ഒന്നും ഇവിടെ തീർന്നിട്ടില്ല. സോ എല്ലാരും കാത്തിരിക്കുക. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.